സരുണെ ജോസ് കൂടി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിലും ചേരുന്നുണ്ട്. സരുൺ, നിലവിലെ പ്രശ്നങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കകത്ത് രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടൊക്കെ ഉണ്ട്. എന്താണ് ഇതിൽ US-ന്റെ നിലപാട്? ഇതിപ്പോൾ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ കൂടി ഈ ശ്രീലങ്കൻ തീരത്തേക്ക് വരുന്നു. അവിടുന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സന്ദേശം ലഭിച്ചെന്ന് ശ്രീലങ്ക സ്ഥിരീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിലൻ 2026 അതുമായി ബന്ധപ്പെട്ട് വന്ന ഇറാന്റെ കപ്പലുകൾ തിരികെ പോകുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീലങ്കയിൽ നിന്നും ഏതാണ്ട് 70 കിലോമീറ്റർ അകലെ മാത്രം ഉൾക്കടലിൽ വെച്ചാണ് ഈ ആക്രമണം എന്നതും അത് ശ്രദ്ധേയമാണ്. അവിടെ ഒരു അന്തർവാഹിനി എത്തിച്ച് ഈ കപ്പലിനെ തകർക്കുന്ന അമേരിക്കൻ നീക്കങ്ങൾ അതിനിയും പ്രതീക്ഷിക്കാം എന്ന രീതിയിലുള്ള നില വരുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതാണ്, ഇറാന്റെ എല്ലാ യുദ്ധക്കപ്പലുകളും മുക്കും എന്ന് നേരത്തെ പറഞ്ഞതുമാണല്ലോ. അപ്പോൾ നിലവിലെ സ്ഥിതിഗതികൾ, അതിൽ അമേരിക്കൻ നിലപാട് എന്താണ്? ഇറാൻ ഭയക്കുന്നുണ്ടോ വീണ്ടും ഈ കപ്പൽ ആക്രമണത്തെ? പ്രജിൻ, ഇറാന്റെ 20ഓളം കപ്പലുകൾ തകർത്തെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇന്നലെ ശ്രീലങ്കൻ തീരത്ത് ഈ ഐറിസ് ദേന എന്ന കപ്പൽ തകർത്തതിന് ശേഷം അമേരിക്ക അക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ കപ്പൽ തങ്ങൾ തകർത്താണെന്നാണ് അമേരിക്ക സ്ഥിരീകരിച്ചത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പൽ തകർത്തതിൽ അതിൽ കഠിനമായി ഖേദിക്കേണ്ടി വരുമെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് ഈ പ്രതികരണം നടത്തിയത്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമെന്നാണ് IRGC അടക്കം വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾ കൈക്കലാക്കിയെന്നാണ് IRGCയുടെ അവകാശവാദം. അതിനാൽ തന്നെയും ഇതിന് ഈ ശ്രീലങ്കൻ തീരത്തെ ഈ ഐറിസ് ദേന കപ്പൽ തകർത്തതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ ഹോർമുസ് കടലെടുക്ക് തെരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് IRGC നിന്നുള്ള വിവരം. IRGC ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ ഈ ഇറാനെതിരെ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ പ്രഖ്യാപിച്ച മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമെന്നാണ് IRGCയും അതുപോലെ തന്നെ ഇറാൻ ഭരണകൂടവും അറിയിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുള്ളത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടേതാണ്. അമേരിക്ക ഇതിന് ഈ ശ്രീലങ്കൻ തീരത്തെ യുദ്ധക്കപ്പൽ ആക്രമിച്ചതിൽ കഠിനമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നായിരുന്നു അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. പ്രജി. യെസ്, വിനീത VG ആണ് ഇനി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, നിലവിൽ ഈ ശ്രീലങ്കൻ തീരത്തുണ്ടായ കപ്പൽ ആക്രമണം അത് രാഷ്ട്രീയ വിവാദമാകുന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുകയാണ്. US അല്ലെങ്കിൽ അമേരിക്കൻ സേന ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഉയർത്തിയിട്ടുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു വിശദീകരണം നൽകാത്തത് എന്ന നിലയിലുള്ള വിമർശനങ്ങൾ കൂടി ഇന്ന് പുറത്തുവന്നതായി കാണുന്നു. ഇതിൽ എന്താണ് കേന്ദ്രത്തിൽ നിന്നും വരുന്ന പുതിയ വിവരങ്ങൾ? ഇതിൽ ഒരു രീതിയിലുള്ള ഇന്ത്യയുടെ പങ്കാളിത്തവും ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ തീരങ്ങളോ ഇന്ത്യൻ സൗകര്യങ്ങളോ അമേരിക്ക ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ചില പ്രസ്താവനകളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ എന്തെങ്കിലും വിശദീകരണം നൽകാൻ കേന്ദ്രം തയ്യാറാവുന്നുണ്ടോ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഇന്ത്യൻ സമുദ്ര തീരത്ത് ഇത്തരത്തിലേക്കൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യക്ക് അറിയുമായിരുന്നില്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം ഇന്ത്യ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ സമുദ്ര തീരത്ത് ഒരു ഇറാൻ കപ്പൽ ആക്രമിക്കപ്പെടുന്നു, അത് ലോകം മുഴുവനും കണ്ടതാണ്. സമുദ്ര തീരത്ത് എന്താണ് നടക്കുന്നതെന്ന് ലോകം മുഴുവനും കണ്ടതാണെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേർ അല്പസമയം മുൻപ് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നുള്ളത് തന്നെയാണ് നേതാക്കളടക്കം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കളോ അറിയിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചു വരികയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നടക്കം നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എല്ലാ വശവും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണെന്ന തരത്തിലേക്കാണ് ഈ വിഷയത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. അതായത്
കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ഭയപ്പെട്ടിരിക്കുന്നു എന്നടക്കമുള്ള ചില ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് ഇന്ത്യക്കുള്ളതെന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ വിമർശനം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് ഇതേ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയും അതിൽ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സമുദ്ര തീരത്ത് സമുദ്ര മേഖലയിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യ അറിഞ്ഞില്ല എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ അതിലൊരു അറിവുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തില്ല? ഇക്കാര്യത്തിൽ ഇനിയും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത്. പക്ഷേ അതേസമയം കൃത്യമായിട്ടുള്ളൊരു നിലപാട് അത് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണമോ ഒന്നും തന്നെ ഇനിയും ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അതിൽ എല്ലാ വശവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിതിഗതികൾ വളരെ കൃത്യമായി പരിശോധിച്ചു വരുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നടക്കം നമുക്ക് ലഭ്യമായിരിക്കുന്ന ചില വിവരങ്ങൾ. അതിൽ കൃത്യമായിട്ടുള്ള എല്ലാ വശവും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക. പക്ഷേ അതേസമയം ഇന്നലെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഇന്ത്യൻ സമുദ്ര അതിർത്തി അത് US സൈന്യം ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും അത്തരത്തിലേക്കുള്ള ചില പ്രചരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടായിരുന്നു. ഇത് തെറ്റാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം തന്നെ കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം റിപ്പോർട്ടുകളെ തള്ളിക്കൊണ്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഇതിൽ കൃത്യമായിട്ടുള്ള എന്താണ് ഈ സമുദ്ര തീരത്ത് നടന്നത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ നിലപാട് എന്താണ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് ഇതിൽ എന്താണ് എന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ എല്ലാ സ്ഥിതിഗതികളും പരിശോധിച്ചതിനു ശേഷം അവർ നിലപാട് അറിയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.